നമസ്കാരം. തൊഴിൽ നൽകിയെന്ന് അവകാശപ്പെട്ട ടൂറിസം മന്ത്രി പങ്കുവച്ചത് നാട്ടിൽ ജോലി ലഭിക്കാതായതോടെ പ്രവാസിയായ പാരാഗ്ലൈഡറുടെ ചിത്രം. CPM-നും CPIM പ്രവർത്തകർക്കും ഇത് കലികാലമെന്ന് തോന്നിക്കുന്ന ഓരോ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് പിണറായി കുടുംബത്തിലെ സഖാക്കന്മാർക്ക് ആ കലികാലം തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം വർഷങ്ങളായി ഇക്കൂട്ടർ ജനങ്ങളെ പറ്റിച്ച് മറച്ചുവെച്ച പല കള്ളക്കഥകളും ചുരുളഴിഞ്ഞ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായ റിയാസിനാണ് അത്തരമൊരു ടോക്കൺ ലഭിച്ചിരിക്കുന്നത്. പുള്ളി ഒരു വർഷം മുമ്പ് പ്രചരിപ്പിച്ച വലിയൊരു കള്ളമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് സാമ്പത്തിക ടൂറിസം മേഖലയിൽ 23.5 കോടിയുടെ വരുമാനം ലഭിച്ചു എന്നും 3000 പേർക്ക് തൊഴിൽ നൽകിയെന്നും അവകാശപ്പെട്ടുകൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന് വിനയായി മാറിയിരിക്കുന്നത്. റിയാസ് പങ്കുവച്ചതും പറഞ്ഞതുമെല്ലാം തള്ളലോട് തള്ളാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട്. ഒരു പാരാഗ്ലൈഡിംഗ് വേഷധാരിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർക്ക് ജോലി നൽകി എന്നതായിരുന്നു റിയാസിന്റെ അവകാശവാദം. എന്നാൽ ആ ഫോട്ടോ റിയാസിന് നല്ല ഒന്നൊന്നര പണിയാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നയാൾ തന്നെ ആ ഫോട്ടോയ്ക്ക് താഴെ കൃത്യമായിട്ടുള്ള മറുപടിയുമായി രംഗത്തെത്തുന്നു. ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. അദ്ദേഹം രംഗത്ത് ഇങ്ങനെ മറുപടിയുമായി എത്തിയതോടെ പണി കിട്ടിയിരിക്കുന്നത് റിയാസിനാണ്. അതായത് പോസ്റ്റിന് കീഴെ ആകെ 5 പടങ്ങൾ ഉൾപ്പെടെ ഇടത് സർക്കാർ ജോലി നൽകിയെന്ന് അവകാശപ്പെട്ട് പങ്കുവച്ചവർ യഥാർത്ഥത്തിൽ യാതൊരു ജോലിയുമില്ലാതെ ചിലർ പ്രവാസികളായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൃത്യമായൊരു തൊഴിൽ പോലും ഇല്ലാത്ത ഇവരെയാണ് തൊഴിൽ നൽകിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സർക്കാർ പബ്ലിഷ് ചെയ്യുന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ 5 ചിത്രത്തിൽ ആദ്യത്തെ ചിത്രമാണ് കോട്ടയം എന്തയാർ സ്വദേശിയും 15 വർഷത്തോളമായി പാരാഗ്ലൈഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോബിൻ എന്തയാറിൻ്റെതെന്നതാണ് റിപ്പോർട്ട്. ജോബിൻ എന്തയാറാണ് റിയാസിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ മറുപടിയുമായി രംഗത്തെത്തിയത്. കാലങ്ങളായി ഈ മേഖലയിൽ തുടർന്നിട്ടും മെച്ചപ്പെട്ട തൊഴിലോ വരുമാനമോ ലഭിക്കാത്തതോടെയാണ് ഇഷ്ടപ്പെട്ട മേഖലയായിട്ട് പോലും അത് ഉപേക്ഷിച്ചുകൊണ്ട് താൻ വിമാനം കയറിയതെന്ന് ജോബിൻ പറയുന്നു. പാരാഗ്ലൈഡിംഗ് മേഖലയിൽ വർഷത്തിൽ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ജോലി ഉണ്ടാകുന്നത്. അതേസമയം പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനും ഗ്ലൈഡർ അടക്കമുള്ളവ വാങ്ങാനും വലിയ പണച്ചെലവുമുണ്ട്. ഇതിന് സാധിക്കാതെ വന്നതോടെയാണ് നഴ്സായ ഭാര്യയ്ക്കൊപ്പം പ്രവാസിയായി അദ്ദേഹം മാറുന്നത്. ഒരു മാസം മുമ്പ് തൊഴിൽ തേടി UK-യിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്. നിലവിൽ അവിടെ ജോലി അന്വേഷിച്ചിട്ട് നടപ്പാണ്. ഇപ്പോഴും ജോലി ലഭിച്ചിട്ടില്ല എന്ന് ചുരുക്കം. തൊഴിലവസരം സൃഷ്ടിച്ചു എന്ന് വീമ്പ് പറയുമ്പോൾ ഇത്തരം ഒരാളുടെ ഫോട്ടോ പങ്കുവെക്കുന്നതിൽ റിയാസിന് അമ്മളി പറ്റി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ മേഖലയിൽ തൊഴിൽ ലഭിക്കാത്തയാളാണ് താനെന്നും അങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ പങ്കുവയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇത് റിയാസ് പറഞ്ഞതെല്ലാം കള്ളമെന്ന് തെളിയിക്കുകയാണ്. മന്ത്രി തൊഴിൽ നൽകിയെന്ന് പറഞ്ഞ് ഫോട്ടോ പങ്കുവെച്ചതിനടിയിൽ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞതോടെ റിയാസ് നടത്തിയതെല്ലാം തള്ളു മാത്രമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. പാരാഗ്ലൈഡിംഗ് മേഖല വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണെങ്കിലും പ്രതിഫലം തീരെ കുറവാണെന്നാണ് ജോബിൻ പറയുന്നത്. ഇത് സർക്കാർ മേഖലയിലേക്ക് എത്തിച്ച് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായിട്ടില്ല. പിന്നീട് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ പാരാഗ്ലൈഡിംഗ് വശമില്ലാത്തവരുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്നു. സാഹസിക ടൂറിസം മേഖല കേരളത്തിൽ ചരിത്രം കുറിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഞായറാഴ്ച പോസ്റ്റ് പങ്കുവച്ചത്. സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നു. മാത്രമല്ല പ്രദേശവാസികൾക്ക് മികച്ച അവസരങ്ങളും 3000-ലധികം പേർക്ക് സ്ഥിര ജോലിയും സൃഷ്ടിക്കാനും സാധിച്ചു എന്നതായിരുന്നു കുറിപ്പ്. ഈ വർഷവും കൂടുതൽ അന്താരാഷ്ട്ര സാഹസിക മത്സരങ്ങൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുമെന്നും ഈ പോസ്റ്റിൽ റിയാസ് പറഞ്ഞിരുന്നു. അടുത്തിടെ വാഗമണിൽ നടന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര തലത്തിൽ ജോബിൻ 3ാം സ്ഥാനത്ത് എത്തിയിട്ട് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ജോലി നൽകാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയായിട്ട് പോലും ജോബിന് ഒരു അംഗീകാരം പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. അത്തരം ഒരാൾക്ക് ജോലി നൽകിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് റിയാസ് ഫോട്ടോ പങ്കുവെച്ചതിലൂടെ റിയാസിന്റെ കള്ളക്കളികൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം മിണ്ടാതിരുന്നുവെങ്കിൽ ജനങ്ങൾ ഈ റിയാസ് പങ്കുവച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അത് സത്യമെന്ന് വിചാരിച്ചേനെ. പക്ഷേ അതങ്ങനെയല്ല, എല്ലാം കള്ളമാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ ഈ ജോബിന്റെ മറുപടി കുറിപ്പ് ഒരു തെളിവായി മാറുകയാണ്.